ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. ആൻഡ് ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ ജെമിനായിക്ക് വേണ്ടിയിട്ട് മന്ത്ലി ജാനുവരി റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കണേ. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാ മെസ്സേജസ് റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. അപ്പോൾ ജെമിനായി, നിങ്ങളുടെ പാസ്റ്റ് എനർജിയിൽ എന്താണ് മെസ്സേജിന് നമ്മൾക്ക് നോക്കാം. നിങ്ങളുടെ പാസ്റ്റിലാണ് 4 of Pentacles. നിങ്ങളുടെ കറണ്ട് ജാനുവരി എനർജി എന്താണ്? ഫൂൾ, നിങ്ങളുടെ ഫ്യൂച്ചർ ജാനുവരി എനർജി എന്താണ്? 10 of Cups, നിങ്ങളുടെ ചാലഞ്ച് ജാനുവരിക്ക് എന്താണ്? പേജ് ഓഫ് സോർഡ്സ്, നിങ്ങളുടെ അഡ്വൈസ് ജാനുവരിക്ക് എന്താണ്? അഡ്വൈസ് ജസ്റ്റിസ്, നിങ്ങളുടെ ഹിഡൻ ഫാക്ടേഴ്സ് എന്താണ്? ക്വീൻ ഓഫ് കപ്സ്, നിങ്ങൾക്ക് ഓവറോൾ ഔട്ട്കം എന്താണ്? 5 of Swords, നിങ്ങളുടെ ഇത് ഓവറോൾ എനർജിയാണ്. ഓവറോൾ ഔട്ട്കം നിങ്ങളുടെ ഡെത്ത്. അപ്പോൾ ജെമിനായി, ഇവിടെ 5 of Swords ആണ് നിങ്ങളുടെ ഓവറോൾ എനർജി. ഇതൊരു എംപ്റ്റി വിക്ടറി മാതിരിയാണ്. ഇത് നിങ്ങളുടെ എനർജി ആവാം, നിങ്ങൾ ആരുടെയോ കൂടെ ഒരു കോമ്പറ്റേറ്റീവ് ഒരു മാതിരി ഒരു എനർജിയാണ് നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക്. ഇതൊരു റിലേഷൻഷിപ്പിലായിരിക്കാം, ഇത് മേ ബി റൊമാൻറ്റിക് റിലേഷൻഷിപ്പിലായിരിക്കാം, ഓറൽസ് ഫാമിലി റിലേഷൻഷിപ്സും ആവാം. പക്ഷേ ഇതൊരു എംപ്റ്റി വിക്ടറി മാതിരി ഒരു ഫീലിംഗ് ആണ് നിങ്ങൾക്ക്. എന്നുവെച്ചാൽ ഈ റിലേഷൻഷിപ്പിൽ കുറേ ഒരു പെറ്റി, ഒരു ഇമ്മച്യൂർ മാതിരി ഒരു എനർജിയാണ് നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക്. ആൻഡ് ആഫ്റ്റർ എ പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലാവുന്നത് എന്താ വെച്ചാൽ ഇതിൽ ഒരു സക്സസ് കിട്ടിയിട്ടും നിങ്ങൾക്ക് അതിലൊരു ഹാപ്പിനെസ് ഇല്ല. ഇത് ചില കേസസിൽ നിങ്ങളുടെ എനർജി ആവില്ല, മേ ബി സമ്മൺ എൽസ്, നിങ്ങളുടെ ഡീൽ ചെയ്യണ പേഴ്സൻ്റെ എനർജിയും ആവാം. മേ ബി നിങ്ങൾ വാക്ക് അവേ ആണ് ചെയ്യണേ. ഈ ഒരു പെട്ടി എനർജീന്ന് നിങ്ങൾ കുറച്ച് ദൂരെ ഡിസ്റ്റൻസ് ആണ് വെക്കണത് ഈ പേഴ്സൻ്റെ അടുത്തുനിന്ന്. എന്നുവെച്ചാൽ നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് ആ റിലേഷൻഷിപ്പ് കുറച്ചൊരു ഓവർലി കോമ്പറ്റേറ്റീവ് ആയിപ്പോയി. ആൻഡ് അതൊരു ലവ് ബേസ്ഡ് റിലേഷൻഷിപ്പ് അല്ലാണ്ട് ഒരു ഒരു ഈഗോ ബേസ്ഡ് റിലേഷൻഷിപ്പ് ഇല്ല, ഒരു കോമ്പറ്റേറ്റീവ് ബേസ്ഡ് റിലേഷൻഷിപ്പ് ആയിപ്പോയി. അപ്പോൾ അതാണ് ഇവിടെ ഞാൻ കാണുന്നത് ജാനുവരിയിൽ ഓവറോൾ എനർജി. 4 of Pentacles ആണ് നിങ്ങളുടെ പാസ്റ്റിൽ. അപ്പോൾ ഒരു വിഡ്രോ ചെയ്യണ എനർജിയാണ്. ഇമോഷണലി നിങ്ങൾ അത്ര ഓപ്പൺ അപ്പ് ചെയ്യണില്ല, ഇമോഷണലി നിങ്ങൾ ആരുടെയോ അടുത്തുനിന്ന് വിഡ്രോ ചെയ്തു. അതല്ല ചെയ്ത് ഫിനാൻഷ്യലി നിങ്ങൾ കുറച്ച് ഒരു ടൈറ്റ് സ്പോട്ടിലായിരിക്കും. ഫിനാൻഷ്യലി കാര്യങ്ങൾ ഒരു പോസിറ്റീവ് മാതിരി അല്ല നിങ്ങൾക്ക് പോണത്. അപ്പോൾ കുറേ സേവിങ് നിങ്ങളുടെ കുറച്ചുകൂടി കൂടുതലാണ്. നിങ്ങൾ ഓവർ സ്പെൻഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് കുറേ സേവ് ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് ഫീലിംഗ് വന്നിട്ടുണ്ടാവും. അതാണ് ഞാൻ ഇവിടെ കാണുന്നത്. അപ്പോൾ ഫിനാൻഷ്യലി കുറച്ചൊരു ടൈറ്റ് സ്പോട്ടാണ്. അതല്ല വെച്ചാൽ ഇമോഷണലി നിങ്ങൾ ആരോടും അങ്ങനെ ഓപ്പൺ അപ്പ് ചെയ്യണില്ല. അങ്ങനത്തെ ഒരു റിസർവ് ടൈപ്പ് ഓഫ് എനർജിയാണ് കാണുന്നത്. കറണ്ട് ജാനുവരി എനർജിയിൽ ഒരു ന്യൂ ബിഗിനിങ് ഉണ്ട്. ഫൂൾ ഏരീസ് എനർജിയാണ്. അപ്പോൾ ഒരു ന്യൂ ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ. ഈ ന്യൂ ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ നിങ്ങൾക്കൊരു ലീപ്പ് ഓഫ് ഫെയ്ത്ത് ആണ് എടുക്കേണ്ടത്. എന്ന് വെച്ചാൽ ഈ ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടിയിട്ടായിരുന്നു നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടതിന്. അഗൈൻ ഇതൊരു ഇമോഷണൽ റിലേഷൻഷിപ്പിൻ്റെ ഓപ്പർച്യൂണിറ്റി ആവാം, അല്ല വെച്ചാൽ ഒരു കരിയർ ഓപ്പർച്യൂണിറ്റി, ജോബ് ഓപ്പർച്യൂണിറ്റിയും ആവാം. 10 of Cups ആണ് നിങ്ങളുടെ ഫ്യൂച്ചർ എനർജി. അപ്പോൾ ഇത് എന്തൊക്കെയാണ് നിങ്ങളുടെ ഇഷ്യൂസ്, പ്രോബ്ലംസ് നിങ്ങൾ ഫ്യൂച്ചറിൽ കുറേ ഒരു ഹാപ്പി എനർജിയിലാണ്. ഫ്യൂച്ചറിൽ പോകുമ്പോഴേക്കും എല്ലാം സോർട്ട് ഔട്ട് ആവും. ഒരു ഹാപ്പി ഫാമിലി ബോണ്ടിങ് റിലേഷൻഷിപ്പ്, ഒരു ലവ് റിലേഷൻഷിപ്പ് എല്ലാം ഞാൻ ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഒരു ഇമോഷണലി ഫുൾഫില്ലിങ് റിലേഷൻഷിപ്പാണ് നിങ്ങളുടെ ഫ്യൂച്ചറിൽ കാണുന്നത്. നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച് പേജ് ഓഫ് സ്വോർഡ്സ് ആണ്. ഇതൊരു ക്യൂരിയസ് എനർജിയാണ്. ഒരു കുട്ടിയുടെ എനർജിയും ആവാം. മേ ബി നിങ്ങളും നിങ്ങളുടെ പാർട്ട്ണറുടെ ഇടയ്ക്ക് നിങ്ങളുടെ കുട്ടി കുട്ടിയോളുണ്ടാച്ചാൽ മേ ബി അവരെ കുറിച്ചായിരിക്കും നിങ്ങളുടെ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഉണ്ടാവുക. അതല്ല വെച്ചാൽ നിങ്ങൾ ഡീൽ ചെയ്യണ പേഴ്സൺ ഒരു ചെറിയ ഏജ് വൈസ് നിങ്ങളെക്കാട്ടിലും ചെറിയ പേഴ്സൺ ആയിരിക്കാം. ഓറൽസ് നിങ്ങളും നിങ്ങളുടെ പേഴ്സൻ്റെ ഇടയ്ക്ക് കുറേ ഒരു ഏജ് ഡിഫറൻസ് ഉണ്ടായതുകൊണ്ട് ഇവിടെ കുറച്ചൊരു ഇമ്മച്യൂരിറ്റി ആയിരിക്കും ഞാൻ കാണുന്നുണ്ടാവുക. അതല്ലാണ്ട് നിങ്ങൾ എന്തോ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നുണ്ട്, എന്തോ നിങ്ങൾക്ക് ഒരു ഇൻഫർമേഷൻ കിട്ടുന്ന എനർജിയാണ്. അതും ഒരു ചാലഞ്ച് ആയിട്ടായിരിക്കാം. നമ്മളിത് ക്ലാരിഫൈ ചെയ്യുമ്പോൾ നമ്മൾക്ക് കൂടുതലൊരു മനസ്സിലാവും ഇതെന്താണെന്ന്.
ജസ്റ്റിസ് ഇതൊരു ബാലൻസ്ഡ് എനർജിയാണ്. നിങ്ങളുടെ അഡ്വൈസ് ജസ്റ്റിസ് ആണ്, ലീബ്ര എനർജി. നിങ്ങൾക്ക് അഡ്വൈസ് തരണത് യൂണിവേഴ്സ് ഇവിടെ നിങ്ങളുടെ ലൈഫിൽ ബാലൻസ് കൊണ്ടുവരാൻ, നിങ്ങൾ ഫെയർ ആയിട്ട് ഡീൽ ചെയ്യുക. അൺഫെയർ എന്തെങ്കിലും ഉണ്ടാച്ചാൽ ഞാൻ പറഞ്ഞ മാതിരി ഇവിടെ ജയിക്കാൻ വേണ്ടിയിട്ട് ആർഗ്യുമെൻറ്റ് ചെയ്യുക, അങ്ങനത്തെ ഒരു എനർജിയിലാണ് നിങ്ങൾ വെച്ചാൽ അത് ഫെയർ മാതിരി ട്രീറ്റ് ചെയ്യുക എല്ലാവരും. എന്നുവെച്ചാൽ ഇതിൽ നിങ്ങൾ ജയിച്ചാലും ഒരു വിക്ടറി, നിങ്ങൾക്കൊരു ഹാപ്പിനെസ് കിട്ടില്ല, നിങ്ങൾക്കൊരു എംപ്റ്റി വിക്ടറി, ഒരു ഹാപ്പിനെസ് ഇല്ലാത്ത വിക്ടറിയാണ് ഇത് കാണുന്നത്. അപ്പോൾ ഇവിടെ യൂണിവേഴ്സ് പറയണത് ഫെയർ ആയി ഡീൽ ചെയ്യുക, അപ്പോൾ എല്ലാം കാര്യങ്ങൾ ശരിയാവും. ജസ്റ്റിസ് ഒരു കാർമിക് എനർജിയുമാണ്. അപ്പോൾ നിങ്ങൾ ശരിയായി ബിഹേവ് ചെയ്താൽ കർമ്മ നിങ്ങളുടെ സൈഡിലായിരിക്കും. പക്ഷേ നിങ്ങൾ ശരിയായി ബിഹേവ് ചെയ്യില്ല വെച്ചാൽ, നിങ്ങൾ ശരിയായി ആക്ഷൻ എടുക്കില്ല വെച്ചാൽ അതിൻ്റെ കാർമിക് റിപ്പർക്കഷൻസ് എപ്പോഴും നിങ്ങൾ കാണും. ക്വീൻ ഓഫ് കപ്സ് ഇവിടെ ഹിഡൻ ഫാക്ടർ, ഇതൊരു പൈസീസ് ക്യാൻസർ സ്കോർപ്പിയോ എനർജിയാണ്. മേ ബി നിങ്ങൾ ഇങ്ങനത്തെ ഒരു പേഴ്സൻ്റെ കൂടെ ഫ്യൂച്ചറിൽ ഡീൽ ഉണ്ടാവും. ഇങ്ങനത്തെ പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നുണ്ട്. ഓർ എൽസ് മേ ബി നിങ്ങൾ ഓൾറെഡി ഇങ്ങനത്തെ ഒരു പേഴ്സൻ്റെ കൂടെ ഡീൽ ചെയ്യുന്നുണ്ട്. ഡെത്ത് ആണ് നിങ്ങളുടെ ഔട്ട്കം. അപ്പോൾ എനർജി വൈസ് ഞാൻ എന്തോ ഒരു എൻഡ് ആയിട്ട് കാണുന്നുണ്ട്, എന്തോ എൻഡ് ചെയ്തിട്ട് ഒരു പുതിയ ബിഗിനിങ് ആണ് ഞാൻ കാണുന്നത്. ഇതാണ് ജാനുവരി ആകുമ്പോഴേക്കും ജാനുവരി ആക്ച്വലി നിങ്ങൾക്കൊരു കുറേ ട്രാൻസ്ഫോർമേഷണൽ മന്ത് ആണ്. അപ്പോൾ സ്കോർപ്പിയോ എനർജിയാണ് ഇത്. നമ്മൾക്ക് ക്ലാരിഫൈ ചെയ്യാം എന്നുവെച്ചാൽ എല്ലാം ഒരു ബ്രോഡ് മാതിരിയാണ് ഇവിടെ കാണുന്നത്. ബ്രോഡ്ലി ഒരു സ്ട്രക്ചറാണ് ഇവിടെ ആയാണ്. ഇപ്പോൾ നമ്മൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം എന്താണെന്ന്. 5 of Swords എന്താണ് ഇവിടെ? 7 of Pentacles. അപ്പോൾ നിങ്ങൾ എന്തിനോ വേണ്ടിയിട്ട് വെയിറ്റ് ആണ് ചെയ്യണത്. മേ ബി നിങ്ങളും നിങ്ങളുടെ ഇടയ്ക്ക് ആരെങ്കിലും ഞാൻ പറഞ്ഞ മാതിരി റിലേഷൻഷിപ്പ് കുറേ ഒരു ഫൈറ്റ് ഉണ്ടായിട്ട് നിങ്ങൾ സെപ്പറേറ്റ് ആയി ഉണ്ടാച്ചാൽ നിങ്ങൾ മേ ബി ഒരു അപ്പോളജിക്കായിരിക്കും വെയിറ്റ് ചെയ്യുന്നുണ്ടാവുക. ഓരൽസ് ഈ പേഴ്സൺ മെസ്സേജ് ചെയ്യോ നോക്കാൻ വേണ്ടിയിട്ടായിരിക്കും വെയിറ്റ് ചെയ്യുന്നുണ്ടാവുക. 6 of Pentacles. ഈ പേഴ്സൺ ഹെൽപ്പ് ചെയ്യാൻ വരുമോ, ഇൻവെസ്റ്റ് ചെയ്യാൻ വരുമോ, അപ്പോളജൈസ് ചെയ്യാൻ വരുമോ, അതാണ് നിങ്ങളിവിടെ നോക്കണത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ ജെമിനി നിങ്ങളാണ് ഒരു പെട്ടി റിലേഷൻഷിപ്പിലേറ്റൊരു ഫൈറ്റ് ഉണ്ടായിരുന്നു വെച്ചാൽ നിങ്ങളാണ് വാക്ക് അവേ ചെയ്ത. ഈ പേഴ്സൺ ആയിരുന്നു കുറേ ഒരു കോമ്പറ്റേറ്റീവ് സ്പിരിറ്റിൽ കൂടുതൽ എന്തെങ്കിലും നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് ഫൈറ്റ് ഉണ്ടായിച്ചാൽ നിങ്ങൾ ഈ ഫൈറ്റിൽ നിങ്ങൾക്ക് ഇൻവോൾവ് ആവണ്ടെന്ന് നിങ്ങളാണ് ഡിസൈഡ് ചെയ്താൽ നിങ്ങൾ വാക്ക് അവേ ചെയ്തു. കുറേ റെസ്പെക്റ്റ്ഫുള്ളി നിങ്ങൾക്ക് ആ റിലേഷൻഷിപ്പിനെ കൂടുതൽ സ്ട്രെയിൻ ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ വാക്ക് അവേ ചെയ്തു. ഇപ്പം നിങ്ങൾ വെയിറ്റ് ആണ് ചെയ്യണം ഈ പേഴ്സണെ അപ്പോളജൈസ് ചെയ്യാൻ വരുന്നുണ്ടോ എന്ന് നോക്കിയിട്ട്. 4 of Pentacles ഇവിടെ എന്താണ്? ക്വീൻ ഓഫ് പെൻറ്റിക്കിൾസ്. അപ്പോൾ നിങ്ങൾ പാസ്റ്റിൽ ഒരു എർത്ത് സൈൻ ടോറസ് വെർഗോ കാപ്രിക്കോണിൻ്റെ അടുത്തുനിന്ന് വിഡ്രോ ചെയ്തു. ഇതൊരു മദറുടെ എനർജിയുമാണ്. അപ്പോൾ മേ ബി ഈ ഇഷ്യൂസൊക്കെ നിങ്ങളുടെ മദറുടെ കൂടെ ആയിരിക്കാം. അതല്ല ഇത് ഫിനാൻഷ്യലി ആയിരിക്കാം. നിങ്ങൾ കുറച്ചൊരു ഫിനാൻഷ്യലി ഒരു ടൈറ്റ് സ്പോട്ടിലാണ് കാണുന്നത് പാസ്റ്റിൽ. അപ്പോൾ ഈ ക്വീൻ ഓഫ് പെൻറ്റിക്കിൾസ് എന്താണ്? ഡെവിൾ. അപ്പോൾ എന്തോ പാസ്റ്റിൽ കുറേ ഒരു ടോക്സിക് എനർജിയാണ് ഞാൻ കാണുന്നത്. നിങ്ങളുടെ മദറുടെ കൂടെ എന്തെങ്കിലും ഒരു ടോക്സിക് റിലേഷൻഷിപ്പ് ആയിരിക്കും. അല്ലച്ച നിങ്ങളുടെ വൈഫിൻ്റെ കൂടെ, അല്ലച്ച ഇതൊരു സിബ്ലിങ്, ഇല്ലച്ച ഫ്രണ്ടും ആവാം. അതല്ലാണ്ട് ഇത് കുറേ ഒരു മാന്യൂപ്പുലേറ്റീവ് എനർജിയാണ് ഞാൻ കാണുന്നത് പാസ്റ്റിൽ. ആൻഡ് ഈ മാന്യൂപ്പുലേറ്റീവ് എനർജി കണ്ടിട്ടാണ് നിങ്ങളുടെ എനർജി വിഡ്രോ ചെയ്തത്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു എൻവയറമെൻറ്റിൽ ഇൻവോൾവ് ആവണ്ടെന്ന് നിങ്ങൾ ഡിസൈഡ് ചെയ്തു. അപ്പോൾ നിങ്ങൾ കുറച്ചൊരു സ്റ്റെപ്പ് ബാക്ക് എടുത്തു. ഫൂൾ ഇവിടെ എന്താണ്? അപ്പോൾ ഇത് 10 of Wands ആണ്. 10 of Wands ഇവിടെ ഞാൻ കാണുന്നത് നിങ്ങൾ ഫൈനലി എന്തോ ലെറ്റ് ഗോ ചെയ്യാണ് ആൻഡ് പുതിയൊരു ബിഗിനിങ്. എന്നുവെച്ചാൽ ഈ പാസ്റ്റത്തെ കാര്യങ്ങൾ കുറേ ഹെവി ആയി, കുറേ ടോക്സിക് ആയി. ആൻഡ് അതിൻ്റെ ബേർഡൻസ്, അതിൻ്റെ നിങ്ങൾ കുറച്ചൊരു സഫോക്കേറ്റിംഗ് ആയി ഫീൽ ചെയ്യാൻ തുടങ്ങി. ആൻഡ് അതുകൊണ്ടാണ് നിങ്ങളൊരു പുതിയ ബിഗിനിങ്ങിൻ്റെ ഡയറക്ഷനിൽ പോണേ. എന്നുവെച്ചാൽ ഈ പാസ്റ്റിൻ്റെ കാര്യം കുറേ ഹെവി ആയി നിങ്ങളുടെ എനർജിയിൽ. നിങ്ങൾക്കത് ഡീൽ ചെയ്യാൻ പറ്റാത്ത ഒരു എനർജി മാതിരിയായി. ഇപ്പോൾ കറണ്ട് എനർജിയിൽ ജാനുവരിയിൽ നിങ്ങളൊരു ന്യൂ ബിഗിനിങ് ആണ് ചെയ്യണത്. ന്യൂ സ്റ്റാർട്ട്, ഒരു പുതിയ ഡിറക്ഷനിലാണ് നിങ്ങൾ പോണത്. ആൻഡ് പാസ്റ്റിൻ്റെ ബാഗേജിനെ നിങ്ങൾ ലെറ്റ് ഗോ ആണ് ചെയ്യണത്. 10 of Cups ഫ്യൂച്ചറിൽ എല്ലാം റിവേഴ്സ് ആയിട്ടാണ് പറയുന്നത്. ഞാൻ റിവേഴ്സൽസ് ഈ റീഡിങ്ങിൽ ചെയ്യൂല. അപ്പോൾ 3 of Wands ഫ്യൂച്ചർ കുറേ പോസിറ്റീവാണ്, ബ്രൈറ്റാണ്. ഫ്യൂച്ചറിൽ നിങ്ങളുടെ ഡെഫിനറ്റ്ലി ഒരു ഹാപ്പി റിലേഷൻഷിപ്പ് ഞാൻ കാണുന്നുണ്ട്. Page of Swords നിങ്ങളുടെ ചാലഞ്ച് എന്താണ്? King of Cups.
ഒരു സ്കോർപ്പിയോ എനർജിയാണ് കിങ് ഓഫ് കപ്സ്. ഞാൻ പറഞ്ഞ മാതിരി നിങ്ങൾ എന്തോ ഫൈൻഡ് ഔട്ട് ചെയ്യണ ഇൻഫർമേഷൻ എന്തോ നിങ്ങളുടെ കയ്യിൽ വരുന്നുണ്ട്. ആൻഡ് ആ ഇൻഫർമേഷൻ കേട്ട ഉടനെ നിങ്ങൾ വാക്ക് അവേ ആണ് ചെയ്യണത്. എന്തോ ഇവിടെ കാര്യം പുറത്ത് വന്നു, ഒരു ഇൻഫർമേഷൻ പുറത്ത് വന്നപ്പോൾ നിങ്ങളും ഈ പേഴ്സണും സെപ്പറേറ്റ് ആണ് ആവണത്. അതല്ലാണ്ട് മേ ബി നിങ്ങൾ രണ്ടാളും കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് ഈ കമ്മ്യൂണിക്കേഷൻ യുനോ ആ ബേസിസിലാണ് നിങ്ങൾ വാക്ക് അവേ ചെയ്യാൻ ഡിസൈഡ് ചെയ്യണത്. ഈ ജസ്റ്റിസ് ചില കേസസിൽ ഡിവോഴ്സുമാണ്. അപ്പോൾ മേ ബി നിങ്ങൾ രണ്ടാളും ഒരു സെപ്പറേഷന് വേണ്ടിയിട്ടാണ് ഡിസൈഡ് ചെയ്യണത്, ഓർ എൽസ് ഡിവോഴ്സിന് വേണ്ടിയിട്ടാണ് അപ്ലൈ ചെയ്യണത്. ടു ഓഫ് പെൻറ്റിക്കിൾസ്, ഇവിടെ കുറേ ഒരു ഇംബാലൻസ്ഡ് എനർജിയാണ് ഞാൻ കാണുന്നത്. അതുകൊണ്ടാണ് യൂണിവേഴ്സ് പറയണത് ഇവിടെ എത്രയും പറ്റുന്ന വെച്ചാൽ ഫെയർ വേയിൽ ഡീൽ ചെയ്യുക, കാര്യങ്ങൾ ലീഗലി സോർട്ട് ഔട്ട് ചെയ്യുക, ആൻഡ് ഇവിടെ ബാലൻസ് കൊണ്ടുവരാൻ നിങ്ങളുടെ ലൈഫിൽ. ടു ഓഫ് പെൻറ്റിക്കിൾസ്, ക്വീൻ ഓഫ് കപ്സ്, ഹിഡൻ ഫാക്ടർ. നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയ പേഴ്സൺ വരാൻ പോകുന്നുണ്ട്. ഇത് ശരിയായ സമയത്ത് ഈ പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ വരും. എല്ലാവർക്കും ഡിഫറെൻറ്റ് സമയമാണ്. പക്ഷേ ഈ പേഴ്സൺ ഡെഫിനറ്റ്ലി നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നുണ്ട്. ഒരു പുതിയ പേഴ്സൺ, കുറേ ലവ് ഉണ്ട് ഇവിടെ. ഈ പേഴ്സൺ കുറേ നർച്ചറിങ് ലവിങ് ടൈപ്പ് ഓഫ് പേഴ്സൺ ആണ്. അപ്പോൾ ഡെത്ത് ഒരു എൻഡിങ് ആൻഡ് ന്യൂ ബിഗിനിങ് ആണ്. നിങ്ങളുടെ ലൈഫിൽ ഒരു ഏരീസ് ആണ് ഞാൻ കാണുന്നത്. ഈ പേഴ്സൻ്റെ കൂടെ ആയിരിക്കും നിങ്ങളുടെ എൻഡിങ്. ഈ എൻഡിങ് കഴിഞ്ഞിട്ടൊരു പുതിയ ബിഗിനിങ്ങിൽ നിങ്ങൾ വെരി ക്വിക്ക്ലി ആണ് ഒരു പുതിയ ബിഗിനിങ്ങിൻ്റെ ഡയറക്ഷനിൽ പോണത്. ആൻഡ് അതിൽ കുറേ സക്സസ് ഉണ്ട്. നിങ്ങൾക്ക് കുറച്ചൊരു ലോസ് ഓഫ് ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ടാവും. പക്ഷേ നിങ്ങൾ ശരിയായി ജേർണിയിലാണ് ഈ സമയത്ത്. നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെയാണ് നടക്കണമെന്ന് വെച്ചാൽ അത് അങ്ങനെ തന്നെ ആയിരുന്നു ഡെസ്റ്റിനി. അപ്പോൾ അങ്ങനെയാണ് നിങ്ങളുടെ ലൈഫ് മുമ്പോട്ടും പോകണത്. കുറേ സക്സസ്ഫുൾ വേയിലാണ് മുമ്പോട്ട് പോവുക. പക്ഷേ ഈ സമയത്ത് നിങ്ങൾ കുറച്ചൊരു ജാനുവരി മാസം കുറച്ചൊരു ലോ ആയി ഫീൽ ചെയ്യും. എന്നുവെച്ചാൽ ഇവിടെ ഒരു എൻഡിങ് ഉണ്ടായതുകൊണ്ട് നിങ്ങൾ അതിന് ഹീൽ ചെയ്യാനാണ് നോക്കണത്. ടെമ്പറൻസ് ഹീലിംഗ് എനർജിയാണ്. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ് ജെമിനി. ഐ ഹോപ്പ് ഇത് നിങ്ങൾക്ക് റെസൊനേറ്റ് ചെയ്തു വെച്ചാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ പ്രൈവറ്റ് റീഡിങ്ങിന് ഓപ്പൺ ആണ്. ബുക്ക് ചെയ്യണം വെച്ചാൽ ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ ഇമെയിൽ ചെയ്യുക, ഇല്ല വെച്ചാൽ വെബ്സൈറ്റിൻ്റെ ത്രൂ മെസ്സേജ് ചെയ്യുക. പ്രൈവറ്റ് റീഡിങ് പെയ്ഡ് റീഡിങ്സ് ആണ്. അപ്പോൾ വേഗം ബുക്ക് ചെയ്യുക. ആൻഡ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ചാനലിനെ കമൻറ്റ് ചെയ്യുക. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിങ് കൊണ്ടുവന്ന്. ടിൽ ദെൻ ടേക്ക് കെയർ.